സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഭാഗ്യക്കുറി വകുപ്പ്. വ്യാജ ടിക്കറ്റുകൾ ഉപയോഗിച്ച് യാതൊരു കാരണവശാലും ആർക്കും സമ്മാനത്തുക കൈപ്പറ്റാനാവില്ല. 12 ഇനം സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെന്നും ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കി. വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ വിപണിയിലുണ്ടെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന എല്ലാ ലോട്ടറി ടിക്കറ്റുകളും സീക്രട്ട് കോഡ്, ബാർകോഡ് തുടങ്ങി 12 സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങളൊന്നും വ്യാജ ടിക്കറ്റിൽ ക്രമീകരിക്കാനാവില്ല. മാത്രവുമല്ല, ടിക്കറ്റുകളുടെ ആധികാരികത ഒപാക് ടെസ്റ്റ് പാറ്റേൺ ഫിലിം ഉപയോഗിച്ച് പരിശോധിക്കുന്നതിന് പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരാണുള്ളത്. അംഗീകൃത ഏജന്റുമാർക്കും ആധികാരികത പരിശോധിക്കാൻ പരിശീലനം നൽകിയിട്ടുണ്ട്. അതിനാൽ വ്യാജ ടിക്കറ്റ് പെട്ടെന്ന് തിരിച്ചറിയാനാകും. നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ലോട്ടറി സമ്മാനത്തിന്റെ പേരിൽ വ്യാജ ടിക്കറ്റും വ്യാജ സന്ദേശങ്ങളും ഉപയോഗിച്ച് കബളിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഓർമ്മിപ്പിച്ചു. കേരള പോലീസും സൈബർ ക്രൈം വിഭാഗവും ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾ അംഗീകൃത ഏജൻസികളിൽ നിന്നോ അംഗീകൃത വിൽപ്പനക്കാരിൽ നിന്നോ മാത്രം ടിക്കറ്റുകൾ വാങ്ങണമെന്ന് ലോട്ടറി വകുപ്പ് ഓർമ്മിപ്പിച്ചു. ലോട്ടറി തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന നമ്പറിൽ സൈബർ ഹെൽപ്പ് ലൈനിൽ പരാതിപ്പെടണം. അല്ലെങ്കിൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതിപ്പെടാൻ മടിക്കരുതെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.